ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ, റിഡക്ഷൻ, പിന്നെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്നിവയാണ്. എന്താണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നുള്ളത് ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഓക്സിഡേഷനെ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയാം. ഉദാഹരണത്തിന് C+O2 gives CO2, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. അപ്പോൾ കാർബണിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുകയാണല്ലോ, അങ്ങനെയല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. അപ്പോൾ കാർബണിന്റെ കേസിൽ എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ കാർബണിൽ ഓക്സിഡേഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായെന്ന് പറയാം, അല്ലെങ്കിൽ കാർബണിനെ ഓക്സിഡൈസ് ചെയ്തു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ എന്തായിരിക്കും? റിമൂവൽ ഓഫ് ഓക്സിജൻ. കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കോപ്പർ പ്ലസ് വാട്ടറാണ് കിട്ടുക. അപ്പോൾ കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടല്ലോ, എന്നിട്ട് അത് എന്തായി മാറി? കോപ്പറായി മാറി അല്ലേ. അപ്പോൾ റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലേ നടന്നത്. അപ്പോൾ കോപ്പർ ഓക്സൈഡ് എന്ത് പറ്റി? റിഡക്ഷൻ ആണ് നടന്നത്, അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറയാം. ഇനി ഓക്സിഡേഷനെ തന്നെ മറ്റൊരു രീതിയിൽ പറയാം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലേ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. CO പ്ലസ് H2 gives CH3OH. ഇവിടെ നോക്കിക്കേ, കാർബൺ മോണോക്സൈഡിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തല്ലേ ഇതുണ്ടായത്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡിന് എന്താണ് സംഭവിച്ചത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ഒരെണ്ണം നോക്കാം, H2S പ്ലസ് O2 gives S പ്ലസ് H2O. ഇവിടെ H2Sൽ നിന്ന് ഹൈഡ്രജൻ നഷ്ടപ്പെട്ട് അത് എന്തായി മാറി? സൾഫർ മാത്രമായി മാറി. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നാണ് പറഞ്ഞ്? ഓക്സിഡേഷൻ. അപ്പോൾ H2Sന് എന്താണ് പറ്റിയത്? ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ്. ഇനി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഡെഫിനിഷനാണ് നോക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണുമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ്? സോഡിയം അല്ലേ. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് എന്താകും? Na1+ അല്ലെങ്കിൽ Na+. ഇലക്ട്രോൺ പോകുമ്പോഴാണ് പ്ലസ് വരുന്നത്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 1+, അല്ലെങ്കിൽ വെറുതെ പ്ലസ് എന്ന് എഴുതിയാൽ 1+ തന്നെയാണ്. ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ Na+ പ്ലസ് 1 ഇലക്ട്രോൺ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സോഡിയത്തിന് ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. Cl അതായത് ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ. ക്ലോറിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറും? Cl-. ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. ഒരു ഇലക്ട്രോൺ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ 1- എന്ന് വരുന്നത്. 1 എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് വെറുതെ മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ നോക്കാം, ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നമ്പറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണല്ലേ. ഈ റിയാക്ഷനിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് എന്തായി മാറി? +1 ആയി മാറി അല്ലേ. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഈ എക്സാമ്പിളിലോ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണല്ലേ. അത് എന്തായി മാറി? -1 ആയി മാറി. അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഓക്സിഡേഷനെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നെഴുതാമല്ലോ. അതുപോലെ റിഡക്ഷനെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നെഴുതാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Zn പ്ലസ് Cu2+ gives Zn2+ Cu. അപ്പോൾ ഞാനിവിടെ സിങ്ക് അതായത് Znൻ്റെ കാര്യമാണ് ആദ്യം നോക്കുന്നത്. ഇവിടെ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ? 0 അല്ലേ. അതെന്തായി മാറി? 2+ ആയി മാറി അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ ആണല്ലേ. ഇനി കോപ്പറിനോ? Cu2+ എന്തായി മാറി? Cu അതായത് Cu 0 അല്ലേ. അതായത് ഇവിടെ 0 അല്ലേ. 2+ 0 ആയി മാറി. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? റിഡക്ഷൻ ആണ് നടന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അയൺ Fe2+ ആയിരുന്നു, അതെന്തായി മാറി? Fe3+ ആയി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ്. ഇനി നമുക്ക് ക്രോമിയത്തിൻ്റെ കാര്യം നോക്കാം. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ Cr3+ ആണ്. ഇവിടത്തെയോ?
അത് നമ്മൾ കണ്ടെത്തണം. കാരണം ഈ 2- എന്ന് എഴുതിയിരിക്കുന്നത് ഈ Cr2O7 2- എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് കണ്ടെത്തണം. ഓക്സിഡേഷൻ നമ്പറിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. അറിയാൻ പാടില്ലാത്തത് നമ്മൾ X എന്നാണ് എടുക്കുക. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X എന്ന് എടുത്തു. അങ്ങനത്തെ 2 ഉണ്ടല്ലോ, Cr2 അല്ലേ, അപ്പോൾ 2x പ്ലസ് ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ 7 ഉണ്ട്. അപ്പോൾ 7 × -2 എന്ന് പറഞ്ഞാൽ -14 ഈക്വൽ ടു ഏത് നമ്പർ എഴുതുക, ഈ നമ്പർ എഴുതുക, ഈക്വൽ ടു -2. അപ്പോൾ 2x ഈക്വൽ ടു 14 - 2 അതായത് 12. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താണ്, 6 അഥവാ +6 ആണ്. അപ്പോൾ ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. അത് എന്തായി മാറി, +3 ആയി മാറി അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ അല്ലേ. വേറെ ഒരെണ്ണം നോക്കാം. സോഡിയം പ്ലസ് HCl ഗിവ്സ് NaCl, അതായത് സോഡിയം ക്ലോറൈഡ് പ്ലസ് H2. ഇവിടെ സോഡിയത്തിൻ്റെ എത്രയാണ്, 0 ആണ്. ഇവിടെ H2ൻ്റെ എന്താണ്, 0 ആണ്. ഇനി HCl നമുക്കറിയാം ക്ലോറിൻ്റെത് -1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +1 ആണ് അല്ലേ. ഇവിടെയും ക്ലോറിൻ്റെ -1 ആണ്, സോഡിയത്തിൻ്റെ +1 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, സോഡിയം 0യിൽ നിന്ന് എന്തായി മാറി, +1 ആയി മാറി അല്ലേ, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഹൈഡ്രജൻ 1ൽ നിന്ന് എന്തായി മാറി, 0 ആയി മാറി. അപ്പോൾ ഇവിടെ റിഡക്ഷനാണ് നടക്കുന്നത്. ക്ലോറിനോ രണ്ടിടത്തും -1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇങ്ങനെ ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമ്പോഴാണ് അതിനെ എന്ത് പറയുന്നത്, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ, ഓക്സിഡേഷൻ അത് രണ്ടും ചേർന്നാണ് എന്തുണ്ടായത്, റിഡോക്സ് എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അതിന് സോഡിയത്തെ സഹായിച്ച ആളാരാണ്, HCl ആണല്ലേ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, HCl ആണ്. അതുപോലെ ഇവിടെ HClനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, റിഡക്ഷനാണ് നടന്നത് അല്ലേ. അതിന് HClനെ സഹായിച്ചത് ആരാണ്, സോഡിയമാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, സോഡിയമാണ്. അത് ഈസി ആയി പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ സൈഡ് മാത്രം നോക്കിയാൽ മതി. സോഡിയത്തിനെയാണ് ഓക്സിഡൈസ് ചെയ്തത്, അപ്പോൾ മറ്റേ ആളായിരിക്കും അതിൻ്റെ ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്. HClനെയാണ് റെഡ്യൂസ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഏജൻറ്റ് ആരായിരിക്കും, മറ്റേ ആളായിരിക്കും, അതായത് റെഡ്യൂസിങ് ഏജൻറ്റ് സോഡിയമാണ്. അപ്പോൾ നമുക്ക് ഈ സിങ്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ് നോക്കേണ്ടത്. അത് റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ് വരിക. സിങ്കിനെ ഓക്സിഡൈസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏജൻറ്റ് ആരാണ്, Cu2+ ആണ്. അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ് Cu2+ ആണ്. Cu2+നെയാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏജൻറ്റ് ആരാണ്, സിങ്ക്. അപ്പോൾ ഇതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തത് കോമ്പിനേഷൻ അല്ലെങ്കിൽ സിന്തസിസ് റിഡോക്സ് റിയാക്ഷൻസ്. എന്താണ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, 2 അതിൽ കൂടുതലോ സാധനങ്ങൾ ചേർന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതാണ് അർത്ഥം. ഉദാഹരണത്തിന് Mg+N2 ഗിവ്സ് Mg3N2, അതായത് മഗ്നീഷ്യവും നൈട്രജനും കൂടെ ചേർന്ന് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കോമ്പിനേഷൻ എക്സാമ്പിൾ അല്ലേ. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 0. ഇവിടെ നൈട്രജൻ്റെ 0 ആണ്. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് വരിക. ഇനി നൈട്രജൻ്റെ ഇവിടെ നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണ്, ഞാനിത് മാറ്റി എഴുതുകയാണ്. Mg3N2. മഗ്നീഷ്യത്തിൻ്റെ 2+ ആണെന്നറിയാലോ, അങ്ങനത്തെ 3 അല്ലേ ഉള്ളത്. അപ്പോൾ 3 × +2 പ്ലസ് നൈട്രജൻ്റെ അറിയില്ല, അപ്പോൾ ഞാൻ X എന്ന് എടുക്കുകയാണ്. അങ്ങനെ 2 നൈട്രജൻ ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ 6 + 2x = 0. അതിൽ നിന്ന് 2x = -6 എന്ന് കിട്ടും, അതായത് x = -3. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ എത്രയാണ്, -3 ആണ്. ഇനി നമുക്ക് നോക്കാം, മഗ്നീഷ്യം 0യിൽ നിന്ന് 2+ ആയി. അപ്പോൾ മഗ്നീഷ്യത്തിന് എന്താണ് സംഭവിച്ചത്, ഓക്സിഡേഷൻ. ഇനി നൈട്രജൻ 0യിൽ നിന്ന് -3 ആയി, അതായത് ഡിക്രീസ് ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ റിഡക്ഷൻ. മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ നടത്താൻ സഹായിച്ചത് ആരാണ്, നൈട്രജൻ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്, നൈട്രജൻ. നൈട്രജന് റിഡക്ഷന് വേണ്ടി സഹായിച്ചത് ആരാണ്, മഗ്നീഷ്യം. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, മഗ്നീഷ്യം. വേറെ ഒരെണ്ണം നോക്കാം. കാൽഷ്യം + ഓക്സിജൻ ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ്. ഇവിടെ 2 സാധനങ്ങൾ ചേർന്ന് പുതിയതുണ്ടാവുകയല്ലേ ചെയ്തത്, അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ തന്നെയല്ലേ. ഇവിടെ കാൽഷ്യത്തിന് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 0. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 0. ഇവിടെയോ കാൽഷ്യം ഗ്രൂപ്പ് നമ്പർ 2 അല്ലേ, അപ്പോൾ 2+. ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് നോക്കാം, കാൽഷ്യം 0യിൽ നിന്ന് +2ലേക്ക് മാറി, അപ്പോൾ ഇൻക്രീസ് ചെയ്തല്ലേ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിഡേഷനാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഓക്സിജനോ 0യിൽ നിന്ന് -2ലേക്ക് മാറി, അപ്പോൾ ഡിക്രീസ് ചെയ്തു.
അപ്പോൾ റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കാൽഷ്യത്തിന് ഓക്സിഡേഷൻ നടത്താൻ സഹായിച്ചത് ആരാണ്? ഓക്സിജൻ. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ഓക്സിജൻ. ഓക്സിജനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? കാൽഷ്യം. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാൽഷ്യം. അടുത്ത ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ സാധനങ്ങൾ ചേർന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാകുന്നു. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു കോമ്പൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളാക്കി മാറ്റുന്നു. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റുമായിട്ട് റിലേറ്റഡ് ആണല്ലേ. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ Ag2O-നെ Agയും O2വുമായി സ്പ്ലിറ്റ് ചെയ്യുന്നു. Ag2O-നെ ഹീറ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ സ്പ്ലിറ്റ് ആയത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പേര് വന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 2- ആണ്. സിൽവറിൻ്റെത് +1 ആണ് കേട്ടോ. അതെങ്ങനെ കിട്ടി? സിൽവറിൻ്റെ അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പം അതിന് എക്സ് എന്ന് എടുക്കാം. അങ്ങനത്തെ 2 എക്സ് ഉണ്ടല്ലോ, കാരണം അത് Ag2 അല്ലേ. പ്ലസ് ഓക്സിജൻ ഒരെണ്ണമേ ഉള്ളൂ, അപ്പോൾ -2 = 0. ഇതിൽ നിന്ന് 2x = 2 അല്ലെങ്കിൽ x = +1 എന്ന് കിട്ടും. അതാണ് ഞാനിവിടെ +1 എന്ന് എഴുതിയത്. ഇനി ഇവിടെയോ സിൽവർ ഇവിടെ വെറുതെ നിൽക്കുമല്ലേ, ഫ്രീ എലമെൻ്റ് ആണ്, അപ്പോൾ 0. ഓക്സിജൻ ഇവിടെ 0. ഇനി നമുക്ക് നോക്കാം. സിൽവർ +1-ൽ നിന്ന് 0 ആയി, അപ്പോൾ കുറയുകയല്ലേ ചെയ്തത്? റിഡക്ഷൻ ആണ് ചെയ്തത്. ഓക്സിജൻ -2-ൽ നിന്ന് 0 ആയി, അപ്പോൾ ഇൻക്രീസ് അല്ലേ ചെയ്തത്? ഓക്സിഡേഷൻ ആണ് നടന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാത്ത റിയാക്ഷനാണ് എടുത്തിരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത ടൈപ്പാണ് നോക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ. അതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സിങ്ക് പ്ലസ് HCl ഗിവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അതായത് ഞാനൊരു പാത്രത്തിൽ എന്തെടുത്തു? കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുകയാണ്? സിങ്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ HCl-ലെ ഈ ഹൈഡ്രജനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇവിടെ സിങ്ക് കയറിയിരിക്കും. അപ്പോൾ എന്തായി? ZnCl2. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ മാറ്റി നിർത്തപ്പെട്ട ഹൈഡ്രജനാണ് എന്തായി മാറുന്നത്? ഇവിടെ H2 ആയി മാറുന്നത്. അതായത് HCl-ലേക്ക് സിങ്ക് വന്നപ്പോൾ ഈ ഹൈഡ്രജൻ എടുത്ത് മാറ്റിയിട്ട് പകരം ഇവിടെ സിങ്ക് കയറിയിരുന്നു. അപ്പോൾ ZnCl2 + H2 എന്നായി മാറി. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. സിങ്ക് ഇവിടെ 0 ആണല്ലോ, ഹൈഡ്രജൻ ഇവിടെ +1, ക്ലോറിൻ -1. ഇവിടെയോ ക്ലോറിൻ -1, സിങ്കിൻ്റെ എന്താണ്? +2 ആണ്, ഹൈഡ്രജൻ 0. അപ്പോൾ സിങ്ക് 0-ൽ നിന്ന് +2-ലേക്കായി. അപ്പോൾ സിങ്കിന് ഇവിടെ എന്താണ് പറ്റിയത്? ഓക്സിഡേഷൻ. ഹൈഡ്രജൻ +1-ൽ നിന്ന് 0 ആയി മാറി, അപ്പോൾ ഹൈഡ്രജന് റിഡക്ഷനാണ് ഉണ്ടായത്. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ നടത്താനായി സഹായിച്ചത് ആരാണ്? HCl ആണ്. അപ്പോൾ HCl ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ HCl-ൽ ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? സിങ്ക് ആണ്. അപ്പോൾ സിങ്ക് ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോഡിയം പ്ലസ് H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ, ഗീവ്സ് Na2SO4 + H2. സൾഫ്യൂരിക് ആസിഡ് എടുക്കുകയാണ്, അതിലേക്ക് ഞാൻ സോഡിയം ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ്രജനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സോഡിയം ഇവിടെ വരും. അപ്പോൾ എന്തായി? Na2SO4. ആ മാറ്റി നിർത്തിയ ഹൈഡ്രജൻ H2 ആയിട്ട് ഇവിടെ എഴുതും. സോഡിയം ഇവിടെ 0 ആണ്, ഇവിടെ +1 ആണ്, ഓക്സിഡേഷൻ ആണ് ഉണ്ടായത്. ഇനി ഹൈഡ്രജൻ ഇവിടെ +1 ആണ്, ഇവിടെ 0 ആണ്, അപ്പോൾ റിഡക്ഷൻ ആണ് ഉണ്ടായത്. സോഡിയത്തിന് ഓക്സിഡേഷൻ ആണ് ഉണ്ടായതെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? H2SO4. H2SO4-ൽ ഹൈഡ്രജന് റിഡക്ഷൻ ആണ് ഉണ്ടായതെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? സോഡിയം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇക്വേഷൻ തരികയാണ്, Cu + ZnSO4. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് Cu ഇവിടെ Zn-നെ റീപ്ലേസ് ചെയ്യുമല്ലോ, അപ്പോൾ CuSO4 + Zn എന്ന് എഴുതിക്കൂടെ എന്ന്. എന്നാൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. ZnSO4 എടുക്കുകയാണ്, Cu ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും നടക്കാൻ പോകുന്നില്ല. അതേസമയം ഞാൻ Zn + CuSO4 ആണ് എടുക്കുന്നതെങ്കിലോ, അതായത് കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുത്തു, അതിലേക്ക് സിങ്ക് ആഡ് ചെയ്താലോ, എനിക്കപ്പോൾ ZnSO4 + Cu എന്ന് കിട്ടും. ഇത് കറക്റ്റ് റിയാക്ഷനാണ്, ഇവ തമ്മിൽ റിയാക്ഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിലൊക്കെ റിയാക്ഷൻ നടക്കും, ഏതിലൊക്കെ നടക്കില്ല എന്നെങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഇനി നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതെന്താണെന്ന് ഞാൻ പറയാം. ആ ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്: ലിഥിയം, പൊട്ടാസ്യം, ബേറിയം, സ്ട്രോങ്ഷ്യം, കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, മാംഗനീസ്, സിങ്ക്, ക്രോമിയം, അയൺ, കൊബാൾട്ട്, നിക്കൽ, ലെഡ്,
ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. അതായത് ഈ ലിസ്റ്റിന്റെ മുകൾ വശം ഇതാണ്, താഴെവശം ഏതാണ്? ഇതാണ്. ഞാനത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. ലിസ്റ്റിന്റെ മുകൾ വശത്തുള്ളവർക്ക് ഓക്സിഡേഷൻ ആണ് ഇഷ്ടം, ലിസ്റ്റിന്റെ താഴെ വശത്തുള്ളവർക്ക് റിഡക്ഷൻ ആണ് കൂടുതൽ ഇഷ്ടം. അതായത് ഇവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. റെഡ്യൂസ്ഡ് ആവാൻ ഇഷ്ടമെന്ന് പറയുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇവർക്ക് ഓക്സിഡൈസ്ഡ് ആവാനാണ് ഇഷ്ടം, അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. കോപ്പറും ZnSO4 ഉണ്ട് അല്ലേ? കോപ്പർ ഇവിടെ 0 അല്ലേ? സിങ്ക് ഇവിടെ 2+ ആണ്, SO4 2- ആണ്. കോപ്പർ ഇവിടെ 2+ ആണ്, SO4 2- ആണ്. സിങ്ക് ഇവിടെ 0 ആണ്. 0യിൽ നിന്ന് 2+ലേക്ക് വന്നു, അപ്പോൾ കോപ്പറിന് ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. സിങ്ക് ഇവിടെ 2+ൽ നിന്ന് 0യിലേക്ക് വന്നു, അപ്പോൾ സിങ്ക് ഇവിടെ റിഡക്ഷൻ ആണ് നടന്നത് അല്ലേ? ഇനി നമുക്ക് ഈ ടേബിളിൽ കോപ്പറും സിങ്കും കമ്പയർ ചെയ്ത് നോക്കാം. സിങ്ക് ഇവിടെയാണുള്ളത് Zn, കോപ്പർ ഇവിടെയാണുള്ളത്. സിങ്ക് ആണോ കോപ്പർ ആണോ മുകളിൽ? സിങ്ക് ആണല്ലേ. മുകളിലുള്ളവർക്ക് ഓക്സിഡേഷൻ അല്ലേ ഇഷ്ടം, അപ്പോൾ ഈ കേസിൽ സിങ്കിന് എന്താണ് ഇഷ്ടം? ഓക്സിഡേഷൻ ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, സിങ്കിന് എന്താ നടന്നത്? റിഡക്ഷൻ ആണ് നടന്നത്. കോപ്പറിനാണ് ഓക്സിഡേഷൻ നടന്നത്. തിരിഞ്ഞു പോയല്ലേ, അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നടക്കാത്തത്. ഇനി ഇതിൽ നോക്കാം, ഞാൻ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതുകയാണ്. സിങ്ക് 0യിൽ നിന്ന് 2+ ആയി, അതായത് ഓക്സിഡൈസ് ചെയ്തു. കോപ്പറോ 2+ൽ നിന്ന് 0 ആയി, അപ്പോൾ റിഡക്ഷൻ. നമുക്ക് ടേബിൾ ഒന്നും കൂടി നോക്കാം. സിങ്കല്ലേ കോപ്പറിനേക്കാൾ മുകളിൽ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ അല്ലേ വന്നത്, കോപ്പറിന് റിഡക്ഷനുമാണ് വന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ കറക്റ്റായിട്ട് നടക്കും എന്ന് നമുക്ക് പറയാം. ഇവിടെ 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് റിയാക്ഷനാണ് നടക്കുന്നത്, ഏതാണ് നടക്കാത്തത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ F2ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, പൊട്ടാസ്യം ഗ്രൂപ്പ് 1 ആണ്, അപ്പോൾ +1, അപ്പോൾ ഇത് -1 ആയിരിക്കുമല്ലോ. ഇനി ഇവിടെയും പൊട്ടാസ്യം +1 ആണ്, ഫ്ലൂറിൻ -1, അയഡിൻ 0 അല്ലേ? ഫ്ലൂറിൻ ഇവിടെ 0യിൽ നിന്ന് -1 ആണ് ആകുന്നത്, കുറയുമല്ലേ ചെയ്തേ, അപ്പോൾ റിഡക്ഷൻ. അയഡിനോ, അയഡിൻ ഇവിടെ -1ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് 0 ആയി, അപ്പോൾ ഓക്സിഡേഷൻ. ഇനി നമുക്ക് ഫ്ലൂറിനും അയഡിനും കമ്പയർ ചെയ്ത് നോക്കാം. അയഡിനാണോ ഫ്ലൂറിനാണോ മുകളിൽ? അയഡിൻ ആണല്ലേ. മുകളിലുള്ളവർക്ക് ഓക്സിഡേഷൻ അല്ലേ ഇഷ്ടം, അപ്പോൾ ഈ കേസിൽ അയഡിന് ഓക്സിഡേഷനാണ് ഇഷ്ടം. ഇവിടെ അയഡിൻ ഓക്സിഡേഷൻ ആണല്ലോ, ഫ്ലൂറിനല്ലേ റിഡക്ഷൻ വന്നത്, അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ, ഇത് പോസിബിൾ ആണ്. ഇനി നമുക്ക് ഇത് നോക്കാം. ഇവിടെ അയഡിൻ 0യിൽ നിന്ന് -1ലേക്കായി, അതായത് അയഡിന് റിഡക്ഷൻ ആണ് വന്നത്. ഫ്ലൂറിനോ -1ൽ നിന്ന് 0യിലേക്കായി, അതായത് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫ്ലൂറിന് ഓക്സിഡേഷൻ ആണ് വന്നത്. നമുക്ക് ടേബിൾ ഒന്നുകൂടി നോക്കാം. അയഡിൻ ആണ് ഫ്ലൂറിനേക്കാൾ മുകളിൽ, അപ്പോൾ അയഡിൻ ആണ് ഓക്സിഡേഷൻ ഇഷ്ടം. പക്ഷേ ഇവിടെ അയഡിന് റിഡക്ഷൻ ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഈ റിയാക്ഷൻ പോസിബിൾ ആണോ? അല്ല. ഇനി അടുത്ത ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്, ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഒരേ എലമെൻറ്റിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതാണ്. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇവിടെ P4 ഉണ്ട്, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. ഫോസ്ഫറസിൻ്റെ അറിയില്ലാത്തത് കൊണ്ട് ഇവിടെ X എന്ന് എടുത്തു. ഹൈഡ്രജൻ +1 ആണ്, അങ്ങനത്തെ 3 ഉണ്ട്, അപ്പോൾ +3 = 0. അപ്പോൾ X = -3, അതായത് ഇവിടെ -3 ആണ് ഫോസ്ഫറസിന്. ഈ കോമ്പൗണ്ടിലോ സോഡിയത്തിൻ്റെ +1, ഹൈഡ്രജൻ്റെ +1, അങ്ങനത്തെ 2 ഉണ്ട്, അപ്പോൾ +2. ഫോസ്ഫറസിൻ്റെ അറിയില്ല, അപ്പോൾ X എന്ന് എടുത്തു. ഓക്സിജൻ്റെ -2 ആണ്, അങ്ങനത്തെ 2 ഉണ്ട്, അപ്പോൾ -4 = 0. അതായത് 3 + x - 4 = 0. X എന്ന് പറഞ്ഞാൽ എന്താണ്? +1 എന്ന് കിട്ടും. ഈ റിയാക്ഷനിൽ തന്നെ ഫോസ്ഫറസ് 0യിൽ നിന്ന് മാറി -3 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞല്ലേ, അപ്പോൾ ഇവിടെ റിഡക്ഷൻ അല്ലേ. ഇവിടെയോ 0യിൽ നിന്ന് മാറി +1 ആയി, ഇൻക്രീസ് ചെയ്തു ഓക്സിഡേഷൻ നമ്പർ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഫോസ്ഫറസിന് തന്നെ റിഡക്ഷനും നടക്കുന്നുണ്ട്, ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റിയാക്ഷനിൽ സെയിം എലമെൻറ്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമ്പോഴാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. I2 + KOH gives Ki + KOI + H2O. ഇതിലിവിടെ അയഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണല്ലേ. ഇവിടെയോ പൊട്ടാസ്യം +1 അല്ലേ, അപ്പോൾ ഇവിടെ അയഡിൻ -1 ആണ്. ഇവിടെയോ പൊട്ടാസ്യം +1 ആണ്, ഓക്സിജൻ -2 ആണ്, അയഡിൻ്റെ അറിയില്ല, അപ്പോൾ X എന്ന് എഴുതി. 1 - 2 എന്ന് പറയുമ്പോൾ -1 + X = 0, അപ്പോൾ X എന്ന് പറഞ്ഞാൽ എന്താണ്? +1 ആണ്. ഇവിടെ അയഡിന് 0യിൽ നിന്ന് -1 ആയി ഓക്സിഡേഷൻ നമ്പർ മാറി, അപ്പോൾ ഡിക്രീസ് അല്ലേ ചെയ്തത്, അപ്പോൾ ഇതെന്താണ്? റിഡക്ഷൻ ആണ്. ഇവിടെയോ 0യിൽ നിന്ന് +1 ആയി മാറി, അപ്പോൾ ഓക്സിഡേഷൻ ആണ് നടന്നത്. അതായത് അയഡിന് തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും നടന്നു.
സീറോയിൽ നിന്ന് -1 സീറോയിൽ നിന്ന് +1 അപ്പോൾ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണ് കോംപ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. അത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. H2S + SO2 gives S + H2O. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടെത്തേണ്ടത്. ഹൈഡ്രജൻ്റെ പോസിറ്റീവ് 1 ആണെന്നറിയാം. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ +2 + x = 0. സൾഫറിൻ്റെ ആണ് x എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ x എന്താണ് -2. ഇവിടെയോ സൾഫറിൻ്റെ x ആണ്, ഓക്സിജൻ്റെ -2 ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ -4 = 0. അപ്പോൾ സൾഫറിൻ്റെ എത്രയാണ് +4. ഇവിടെ സൾഫറിൻ്റെ 0 ആണ്. ഇനി സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2ൽ നിന്ന് 0 ആയി മാറി, അതായത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. ഇവിടെയോ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4ൽ നിന്ന് 0 ആയി മാറി, അതായത് ഡിക്രീസ് ചെയ്തു. അപ്പോൾ റിഡക്ഷൻ ആണ് നടന്നത്. ഡിസ്പ്രപ്പോർഷനേഷൻ നോക്കുമ്പോൾ 0ൽ നിന്ന്, അതായത് ഒരു ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് -1 +1 ആയി മാറുകയാണ് ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോംപ്രപ്പോർഷനേഷൻ. 2 ഓക്സിഡേഷൻ നമ്പേഴ്സിൽ നിന്ന് അത് ഒറ്റ ഒരു നമ്പറായി മാറുകയാണ് ചെയ്തത്.